നിങ്ങൾക്കറിയാമോ, തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം എന്നത് വെറും ഭരണമാറ്റങ്ങളുടെ കഥയല്ല. അത് വലിയ വ്യക്തിത്വങ്ങളുടെയും തീഷ്ണമായ ഈഗോകളുടെയും അതിരുകളില്ലാത്ത ആരാധനയുടെയും ഒരു മഹാസംഗമം കൂടിയാണ്. ഈ ചരിത്രരേഖകളിൽ ഏറ്റവും ആവേശകരമായ ഒരു അധ്യായമാണ് പുരട്ചിത്തലൈവി ജയലളിതയും സൂപ്പർ സ്റ്റാർ രജനീകാന്തും തമ്മിലുണ്ടായിരുന്ന ആ വലിയ ശത്രുത. ചെന്നൈയിലെ പോയസ് ഗാർഡൻ എന്ന VIP മേഖലയിലെ അയൽക്കാരായിരുന്ന ഇവർക്കിടയിലുണ്ടായ തർക്കങ്ങൾ വെറും അയൽപ്പക്ക വഴക്കുകളായിരുന്നില്ല, മറിച്ച് തമിഴകത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിച്ച അധികാര പോരാട്ടങ്ങളായിരുന്നു. ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ഈ ശീതയുദ്ധം എങ്ങനെയാണ് തുടങ്ങിയതെന്നും അതെങ്ങനെ ഒരു ജനതയുടെ വികാരമായി മാറിയെന്നും പരിശോധിക്കുമ്പോൾ സിനിമാ കഥകളെ പോലും വെല്ലുന്ന മുഹൂർത്തങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയലളിതയും രജനീകാന്തും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ദശകങ്ങളുടെ പഴക്കമുണ്ട്. 1980കളുടെ തുടക്കത്തിൽ ജയലളിത സിനിമയിൽ നിന്ന് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന കാലത്താണ് രജനീകാന്ത് എന്ന നടൻ തമിഴകത്തിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ തുടങ്ങുന്നത്. ഇരുവരും തമ്മിലുള്ള ഈഗോ പോരാട്ടത്തിന്റെ വിത്തുകൾ പാകിയത് സിനിമയിൽ നിന്നായിരുന്നു എന്നത് കൗതുകകരമാണ്. അക്കാലത്ത് ജയലളിത അഭിനയിക്കുന്ന അവസാന ചിത്രമായി നിശ്ചയിച്ചിരുന്ന നദിയെ തേടി വന്ന കടൽ എന്ന സിനിമയിലേക്ക് നായകനായി പരിഗണിച്ചിരുന്നത് രജനീകാന്തിനെയായിരുന്നു. നായകനെ നേരിട്ട് കാണണമെന്ന ജയലളിതയുടെ ആഗ്രഹപ്രകാരം രജനി അവരുടെ വീട്ടിലെത്തി. എന്നാൽ അന്ന് നടന്ന കൂടിക്കാഴ്ച ഒട്ടും സുഖകരമായിരുന്നില്ല. ജയലളിതയുടെ ആഠ്യത്വവും ഗൗരവവും രജനിക്ക് അരോചകമായി തോന്നിയിരിക്കാം. തിരിച്ചും അങ്ങനെ തന്നെ തൻ്റെ മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്ന ജയലളിതയ്ക്ക് മുന്നിൽ അതേ സ്റ്റൈലിൽ രജനിയും ഇരുന്നു. താൻ അഭിനയിക്കുന്ന ചിത്രത്തിലെ നായകനായി രജനീകാന്തിനെ ജയലളിതയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ ആ ചിത്രത്തിൽ നിന്ന് രജനി പുറത്താവുകയും ശരത് ബാബു ആ വേഷം ചെയ്യുകയും ചെയ്തു. ആ ഒരു നിമിഷം മുതൽ ഇരുവർക്കുമിടയിൽ രൂപപ്പെട്ട ആ ശീതയുദ്ധം പിന്നീട് തമിഴ് മണ്ണിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു. 90കളുടെ തുടക്കത്തിൽ ജയലളിത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ശത്രുത അതിൻ്റെ പരകോടിയിലെത്തുന്നത്. പോയസ് ഗാർഡനിലെ തൻ്റെ വീടിന് സമീപമുള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും രജനീകാന്ത് ട്രാഫിക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. മുഖ്യമന്ത്രി പുറത്തേക്കിറങ്ങുമ്പോൾ അരമണിക്കൂർ മുമ്പേ ഗതാഗതം തടയുന്ന അന്നത്തെ രീതി രജനീകാന്തിനെ പ്രകോപിപ്പിച്ചു. ഒരിക്കൽ രാധാകൃഷ്ണൻ റോഡിൽ വെച്ച് രജനിയുടെ കാർ പോലീസ് തടഞ്ഞു. മുഖ്യമന്ത്രിക്ക് കടന്നുപോകാൻ വേണ്ടിയാണ് തടഞ്ഞതെന്ന് അവർ അറിയിച്ചപ്പോൾ എത്ര നേരം കാത്തിരിക്കണമെന്ന് രജനി ചോദിച്ചു. അരമണിക്കൂർ കഴിയാതെ വിടാൻ കഴിയില്ലെന്ന പോലീസിന്റെ മറുപടി അദ്ദേഹത്തെ ക്ഷുഭിതനാക്കി. ഉടൻ തന്നെ കാറിൽ നിന്നിറങ്ങിയ രജനീകാന്ത് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങി റോഡരികിലെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്ന് പുകയ്ക്കാൻ തുടങ്ങി. സൂപ്പർ താരത്തെ റോഡിൽ കണ്ടതോടെ ജനങ്ങൾ തടിച്ചുകൂടി. മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രദേശം ഒരു വലിയ ജനസാഗരമായി മാറി. ഒടുവിൽ ജയലളിതയുടെ വാഹന വ്യൂഹം എത്തിയപ്പോൾ ജനക്കൂട്ടം കാരണം അവർക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ആ തടസ്സം മാറ്റാൻ പോലീസിന് രജനീകാന്തിനോട് അഭ്യർത്ഥിക്കേണ്ടി വന്നു. അധികാരത്തിന്റെ ഗർവിനെ ജനപിന്തുണ കണ്ട് നേരിട്ട രജനിയുടെ ആ മാസ് പ്രകടനം ഇന്നും ആരാധകർ ആവേശത്തോടെ ഓർക്കുന്ന ഒന്നാണ്. ഈ ശത്രുത രാഷ്ട്രീയമായി പൊട്ടിത്തെറിച്ചത് 1995 ഭാഷ എന്ന സിനിമയുടെ 100ാം ദിനാഘോഷ ചടങ്ങിനിടയിലാണ്. ചെന്നൈയിൽ നടന്ന ആ വലിയ ചടങ്ങിൽ ജയലളിത സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രജനീകാന്ത് പ്രസംഗിച്ചു. തമിഴ്നാട്ടിൽ ബോംബ് സംസ്കാരം വളരുകയാണെന്നും ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. വേദിയിൽ ജയലളിതയുടെ മന്ത്രിസഭയിലെ കരുത്തനായ RM വീരപ്പൻ ഇരിക്കുമ്പോഴായിരുന്നു രജനിയുടെ ഈ പടപ്പുറപ്പാട്. തന്റെ മന്ത്രിസഭയിലെ ഒരംഗത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ തനിക്കെതിരെ വിമർശനം ഉയർന്നത് ജയലളിതയെ ചൊടിപ്പിച്ചു. ഇതിന്റെ ഫലമായി RM വീരപ്പനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് അവർ പുറത്താക്കി. ആ സംഭവം രജനീകാന്തിനെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു. താൻ കാരണം ഒരു സുഹൃത്തിന് അധികാരം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ മുറിവാണ് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിതയ്ക്കെതിരെ പരസ്യമായ നിലപാടെടുക്കാൻ രജനീകാന്തിനെ പ്രേരിപ്പിച്ചത്. 1996 രജനീകാന്ത് നടത്തിയ ആ ഒരൊറ്റ പ്രസ്താവന തമിഴ് രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റി. ജയലളിത വീണ്ടും അധികാരത്തിൽ വന്നാൽ തമിഴ്നാടിനെ ദൈവത്തിന് പോലും രക്ഷിക്കാനാകില്ല എന്നതായിരുന്നു ആ പ്രഖ്യാപനം. ആ ഒരൊറ്റ വാക്കിൽ തമിഴ് മക്കൾ ജയലളിതയുടെ ഭരണത്തിനെതിരെ തിരിയുകയായിരുന്നു. AIADMK അന്ന് ദയനീയമായി പരാജയപ്പെടുകയും DMK TMC സഖ്യം അധികാരത്തിൽ വരികയും ചെയ്തു. ജയലളിത തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനം നേരിട്ടപ്പോൾ അതിൻ്റെ മുഖ്യശില്പി തൻ്റെ അയൽക്കാരൻ കൂടിയായ രജനീകാന്ത് ആയിരുന്നു. അധികാരവും ജനപ്രീതിയും തമ്മിലുള്ള പോരാട്ടത്തിൽ അന്ന് വിജയം ജനപ്രീതിക്കൊപ്പമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം വർഷങ്ങളോളം ഇരുവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ജയലളിത തൻ്റെ രാഷ്ട്രീയമായ കരുത്തുകൊണ്ട് തിരിച്ചുവരവനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട, എന്നാൽ അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യം കൂടിയുണ്ട്.
90കളുടെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ രജനീകാന്തിൻ്റെ മന്നൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണത്. ചിത്രത്തിൽ വിജയശാന്തി അവതരിപ്പിച്ച അഹങ്കാരിയായ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപ ദേവി എന്ന കഥാപാത്രത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്വഭാവവുമായി പ്രകടമായ സാമ്യമുണ്ടായിരുന്നു എന്നതും അത് ജയലളിതയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു എന്നതുമാണ് ആ തർക്കം. സംവിധായകൻ പി വാസുവിൻ്റെ സംവിധാനത്തിൽ 1992 പുറത്തിറങ്ങിയ മന്നൻ കേവലം ഒരു വാണിജ്യ സിനിമ എന്നതിനപ്പുറം തമിഴ് സമൂഹത്തിലെ അധികാര സമവാക്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു. കഠിനാധ്വാനിയായ തൊഴിലാളികളുടെ പ്രിയങ്കരനായ കൃഷ്ണൻ എന്ന സാധാരണക്കാരനും പണക്കൊഴുപ്പിൻ്റെയും അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൽ ജീവിക്കുന്ന ദേവി എന്ന കമ്പനി ഉടമയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ചിത്രം പുറത്തിറങ്ങിയ കാലഘട്ടം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജയലളിത എന്ന ശക്തിയായ വനിതാ നേതാവിൻ്റെ ഉദയവുമായി കൃത്യമായി ഒത്തുചേർന്നിരുന്നു. അതാണ് ഈ വാദങ്ങൾക്ക് ശക്തി പകരുന്നത്. മന്നൻ സിനിമയിൽ വിജയശാന്തി അവതരിപ്പിച്ച ദേവി എന്ന കഥാപാത്രത്തിൻ്റെ ശരീരഭാഷയും പെരുമാറ്റ രീതിയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവയ്ക്ക് ജയലളിതയുടെ പൊതുരൂപവുമായി വലിയ സാമ്യമുണ്ടെന്നായി കാണാം. ആജ്ഞാശക്തിയുള്ള സ്വരവും ആരെയും വകവെക്കാത്ത ഭാവവും തനിക്ക് മുന്നിൽ എല്ലാവരും വിനീതരായി നിൽക്കണം എന്ന ശാഠ്യവും ദേവിയുടെ പ്രത്യേകതകളായിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജയലളിത തൻ്റെ ആദ്യ ഭരണകാലത്ത് പുലർത്തിയിരുന്ന കടുംപിടുത്തങ്ങളോടും ഉദ്യോഗസ്ഥരോടും മന്ത്രിമാരോടും കാണിച്ചിരുന്ന കർക്കശ നിലപാടുകളോടും ഇതിനെ ജനങ്ങൾ ഉപമിച്ചു. ചിത്രത്തിലെ വിജയശാന്തിയുടെ വസ്ത്രധാരണ രീതിയും സാരി ഉടുക്കുന്ന ശൈലിയും പോലും ജയലളിതയുടെ പ്രൗഢമായ രൂപത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. ആണുങ്ങൾ ഭരിക്കുന്ന ഒരു ബിസിനസ് ലോകത്ത് തൻ്റെ അധികാരം ഉറപ്പിച്ചു നിർത്താൻ ദേവി സ്വീകരിക്കുന്ന നിർദ്ദയമായ തീരുമാനങ്ങൾ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുരുഷ മേധാവിത്വ കോട്ടകളെ തകർത്ത് മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ ജയലളിതയുടെ രാഷ്ട്രീയ ശൈലിയോട് അക്കാലത്തെ മാധ്യമങ്ങൾ ഉപമിക്കുകയുണ്ടായി. തന്നേക്കാൾ താഴെയുള്ളവർ എപ്പോഴും വിധേയരായിരിക്കണം എന്ന് ദേവി ആജ്ഞാപിക്കുന്നത് പോലെ തന്നെയായിരുന്നു ജയലളിതയ്ക്ക് മുന്നിൽ മുതിർന്ന നേതാക്കൾ പോലും സാഷ്ടാംഗം പ്രണമിച്ചിരുന്നത്. അന്നത്തെ ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അതൊക്കെയായിരുന്നു. ഈ സാദൃശ്യങ്ങളാണ് പ്രേക്ഷകരിൽ വിജയശാന്തിയുടെ കഥാപാത്രം യഥാർത്ഥത്തിൽ ജയലളിത തന്നെയാണ് എന്ന ചിന്ത ശക്തമാക്കിയത്. സിനിമയിൽ തൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കൃഷ്ണൻ എന്ന തൊഴിലാളിയോട് ദേവി കാട്ടുന്ന ക്രൂരതയും അതിനെ കൃഷ്ണൻ നേരിടുന്നതുമാണ് കഥ. യഥാർത്ഥ ജീവിതത്തിൽ ജയലളിത എന്ന ഭരണാധികാരിയുടെ അഹങ്കാരത്തിന് മുന്നിൽ സാധാരണക്കാരൻ്റെ ശബ്ദമായി രജനീകാന്ത് മാറുന്നു എന്നൊരു നരേഷൻ തമിഴ് ജനതയ്ക്കിടയിൽ പടരാൻ ഈ ഒരു പശ്ചാത്തലം കാരണമായി. സിനിമയിലെ പല പഞ്ച് ഡയലോഗുകളും ജയലളിതയുടെ രാഷ്ട്രീയ ശൈലിക്കെതിരെയുള്ള രജനീകാന്തിൻ്റെ നേരിട്ടുള്ള ചാട്ടവാറടിയായാണ് ആരാധകർ സ്വീകരിച്ചത്. പണവും അധികാരവും കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ്റെയും ബഹുമാനം പിടിച്ചുപറ്റാൻ കഴിയില്ലെന്ന കൃഷ്ണൻ്റെ വാക്കുകൾ ജയലളിതയ്ക്കുള്ള താക്കീതായി അക്കാലത്ത് വാഴ്ത്തപ്പെട്ടു. എന്നാൽ മന്നൻ എന്ന സിനിമ പൂർണ്ണമായും ജയലളിതയെ തകർക്കാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒന്നാണോ എന്ന ചോദ്യത്തിന് പിന്നിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചിത്രം ഒരു തമിഴ് ഒറിജിനൽ കഥയല്ല. 1986 കന്നഡയിലെ ഇതിഹാസ താരം രാജ്കുമാർ അഭിനയിച്ച് വലിയ വിജയമായി മാറിയ അനുരാഗ അരളിതു എന്ന സിനിമയുടെ റീമേക്കായിരുന്നു മന്നൻ. കന്നഡ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ സ്വഭാവവും ഇതുപോലെ തന്നെയായിരുന്നു. അതായത് ജയലളിത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കഥയും കഥാപാത്രവും രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ പൂർണ്ണമായും ജയലളിതയെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കന്നഡ കഥയെ തമിഴിലേക്ക് മാറ്റിയപ്പോൾ സംവിധായകൻ പി വാസുവും രജനീകാന്തും അന്നത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ബുദ്ധിപൂർവ്വം സിനിമയിലേക്ക് സമന്വയിപ്പിച്ചു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. തമിഴ് പതിപ്പിലെ സംഭാഷണങ്ങളിലും രംഗങ്ങളിലും വരുത്തിയ ചില കൂട്ടിച്ചേർക്കലുകൾ ജയലളിതയുടെ പ്രതിച്ഛായയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. സിനിമ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ചൂടുള്ള രാഷ്ട്രീയ തർക്കങ്ങളെ സിനിമയുടെ വിജയത്തിനായി അവർ ഉപയോഗപ്പെടുത്തി. ജനങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ജയലളിതയുടെ ചില മാനറിസങ്ങൾ വിജയശാന്തിയുടെ കഥാപാത്രത്തിന് നൽകാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ മന്നൻ സിനിമയ്ക്ക് ശേഷം 1999 പുറത്തിറങ്ങിയ രജനീകാന്തിൻ്റെ പടയപ്പ എന്ന ചിത്രത്തിലെ രമ്യാകൃഷ്ണൻ്റെ നീലാംബരി എന്ന കഥാപാത്രവും ജയലളിതയുടെ വ്യക്തിത്വവുമായി ഏറെ താരതമ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ കാലം മുറിവുകൾ ഉണക്കുമെന്ന് പറയുന്നത് ജയലളിതയുടെയും രജനീകാന്തിൻ്റെയും കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായി. വർഷങ്ങൾക്കിപ്പുറം ഇരുവരും തങ്ങൾക്കിടയിലെ ഭിന്നതകൾ മറന്ന് സൗഹൃദത്തിലാവുകയായിരുന്നു. ജയലളിതയുടെ കാർക്കശ്യത്തിന് പിന്നിലെ നിശ്ചയദാർഢ്യത്തെ രജനീകാന്ത് ബഹുമാനിക്കാൻ തുടങ്ങി. തിരിച്ചും രജനിയുടെ ലാളിത്യത്തെ ജയലളിതയും അംഗീകരിച്ചു. രജനീകാന്തിൻ്റെ മകളുടെ വിവാഹത്തിന് ജയലളിത എത്തിയത് വലിയ വാർത്തയായിരുന്നു. അതുപോലെ തന്നെ രജനിയുടെ ചന്ദ്രമുഖി പോലെയുള്ള സിനിമകൾ കണ്ട ശേഷം അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കാനും ജയലളിത മറന്നില്ല. പഴയ ശത്രുതയുടെ കനലുകൾ കെട്ടടങ്ങിയപ്പോൾ അവശേഷിച്ചത് പരസ്പര ബഹുമാനമായിരുന്നു. ജയലളിതയുടെ മരണശേഷം രജനീകാന്ത് നടത്തിയ അനുസ്മരണ പ്രസംഗത്തിൽ അദ്ദേഹം തൻ്റെ പഴയ നിലപാടുകളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അവർ ഒരു മികച്ച പോരാളിയായിരുന്നുവെന്നും അവരോട് അന്ന് രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു.
ഇന്ന് 2026 തിരിഞ്ഞു നോക്കുമ്പോൾ ജയലളിതയും രജനീകാന്തും തമ്മിലുള്ള ആ വലിയ ശത്രുത തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമായി അങ്ങനെ മാറിയിരിക്കുകയായിരുന്നു. സിനിമയും രാഷ്ട്രീയവും വേർതിരിക്കാനാവാത്ത തമിഴ്നാട്ടിൽ രണ്ട് മഹത്തായ വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് പരസ്പരം സ്വാധീനിച്ചതെന്നതിൻ്റെ ഉദാഹരണമാണിത്. ജയലളിത എന്ന കരുത്തുറ്റ ഭരണാധികാരിയും രജനീകാന്ത് എന്ന ഇതിഹാസ താരവും ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ നിയോഗമായിരുന്നു. അവർക്കിടയിലുണ്ടായിരുന്ന ആ സ്പർദ്ധകൾ വെറും വെറുപ്പായിരുന്നില്ല, മറിച്ച് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ബലപരീക്ഷണമായിരുന്നു. ജയലളിതയുടെ വിടവാങ്ങലിന് ശേഷവും പോയസ് ഗാർഡനിലെ ആ പഴയ വീഥികളിൽ ഇന്നും ആ പഴയ കഥകളുടെ അലിയൊലികൾ ബാക്കിയുണ്ട്. തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു പേരും അവരുടെ മേഖലകളിലെ അജയ്യർ തന്നെയാണ്. ഇവരിലെ ഈഗോയും രാഷ്ട്രീയവും ശത്രുതയും എല്ലാം മാറ്റിവെച്ചാൽ തമിഴ് മക്കൾക്ക് ലഭിക്കുന്നത് സ്വന്തം വ്യക്തിത്വം കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത രണ്ട് അത്ഭുത മനുഷ്യരെയാണ്. ആ ശത്രുതയുടെ ചരിത്രം അവസാനിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നത് അധികാരത്തിലേക്കാളും ഈഗോയേക്കാളും വലിയതാണ് മനുഷ്യബന്ധങ്ങൾ എന്ന വലിയ സത്യമാണ്. എന്നാൽ വഴിനീളെ ഗതാഗത കുരുക്കുകൾ സൃഷ്ടിക്കാൻ പോന്ന ജനപ്രീതിയുണ്ടായിട്ടും സ്വന്തം അഹംഭാവം പൂർണ്ണമായും തകർന്നുപോയ ഒരു അപൂർവ അനുഭവത്തെക്കുറിച്ച് രജനീകാന്ത് അടുത്തിടെ തുറന്നു പറയുകയുണ്ടായി. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്റർ സന്ദർശിച്ചപ്പോഴാണ് തൻ്റെ ആദ്യ ആശ്രമ സന്ദർശന വേളയിലുണ്ടായ ആ വിചിത്രവും എന്നാൽ അർത്ഥവത്തായതുമായ അനുഭവം അദ്ദേഹം ജനങ്ങളുമായി പങ്കുവച്ചത്. ബാഹ്യലോകത്തെ പ്രശസ്തിയുടെ കപടമായ തിളക്കത്തിൽ നിന്നും ആത്മീയതയുടെ ശാന്തതയിലേക്കുള്ള ദൂരം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ. തൻ്റെ ആദ്യ ആശ്രമ സന്ദർശനത്തിനെത്തുമ്പോൾ സാധാരണയായി ഒരു വലിയ താരം പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും രജനീകാന്തിൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. എവിടെയും തന്നെ വളയുന്ന ആരാധകർ, ഫോട്ടോകൾക്കും ഓട്ടോഗ്രാഫുകൾക്കുമായി തിടുക്കം കൂട്ടുന്ന ജനങ്ങൾ, മാധ്യമങ്ങളുടെ ക്യാമറകൾ എന്നിവയായിരുന്നു അദ്ദേഹം മുൻകൂട്ടി കണ്ടത്. ജനക്കൂട്ടത്തിൻ്റെ ഈ ബഹളങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കേവലം 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം പക്ഷേ അവിടെ കണ്ടത് തികച്ചും വിഭിന്നമായ ഒരു ലോകമായിരുന്നു. ആശ്രമ പരിസരത്തുണ്ടായിരുന്ന സന്ദർശകരിൽ പലരും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ പോലുമായിരുന്നു. എന്നിട്ടും അവരാരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. സാധാരണയായി താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടാകാറുള്ള ആരാധകരുടെ ആവേശം ഇവിടെ ഒട്ടും കാണാത്തതിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു. താൻ ആളുകളെ നോക്കി കൈവീശി കാണിച്ചിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് അദ്ദേഹം ചിരിയോടെ ഓർക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു ജനപ്രിയ നായകന് തന്നെ ആരും തിരിച്ചറിയുന്നില്ല എന്ന അവസ്ഥ തികച്ചും പുതിയതും ഒരുപക്ഷെ അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ ഒന്നായിരുന്നിരിക്കണം. എന്നാൽ ആ അദൃശ്യതയാണ് അദ്ദേഹത്തെ ആത്മീയതയുടെ മറ്റൊരു തലങ്ങളിലേക്ക് നയിച്ചത്. വെറും 2 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത യാത്ര ഒടുവിൽ 15 ദിവസത്തെ നീണ്ട ആത്മീയ ധ്യാനമായി അത് മാറുകയായിരുന്നു. ഭൗതികമായ നേട്ടങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും തിരിച്ചറിവുകളാണ് ശാശ്വതമെന്നുമുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ അനുഭവം നമ്മെ സഹായിക്കുന്നു. ബാഹ്യമായ കോലാഹലങ്ങളിൽ നിന്നും മാറി സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാനും ഈ വാക്കുകൾ ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.